ഷോപ്പ് ഉണ്ടല്ലോ. അതിൻ്റെ പേരെന്താ? അതിൻ്റെ സ്റ്റൈൽസ് ഷോപ്പ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഷോപ്പാണല്ലേ? അല്ല, ഇനിയൊരു കടയുണ്ട്, കഞ്ചിക്കോട് ഒരു കടയുണ്ട്. കഞ്ചിക്കോട് ഒരു കടയുണ്ട്, അതിൻ്റെ പേര് സ്റ്റൈൽസ് ബട്ടൺ ഹൗസ്. അപ്പോൾ ഇത് വേണ്ട, ലേഡീസിനൊക്കെ വേണ്ട അത്യാവശ്യമുള്ള. അപ്പോൾ സാറിൻ്റെ മുത്തശ്ശൻ എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഫൈറ്ററാണല്ലേ? പേരെന്താ? പൊന്നുസ്വാമി എന്നാണ് മൂപ്പര്, പൊന്നുസ്വാമി പണിക്കർ. അവരെവിടെയൊക്കെ അന്ന് മൂപ്പര് എൻ്റെ അച്ഛൻ്റെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അല്ലേ? ഇല്ല ഇല്ല. അതല്ല, മൂപ്പര് ബ്രിട്ടീഷുകാർ അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ? അല്ല, അത് പറഞ്ഞുതരാം. അതായത് എൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ഒരു മകനായിരുന്നു, വലിയ ജമ്മിമാരായിരുന്നു, കൊടുമ്പിലാണ് തറവാട്. അതെ അതെ. ഇത് അതുപോലെ നല്ലേപ്പള്ളി അങ്കാരത്ത് തറവാട് ഇതൊക്കെ വളരെ പ്രശസ്തമായിരുന്നല്ലോ അക്കാലം. രാമശ്ശേരിയൊക്കെ അവർ പറഞ്ഞു, ഞാൻ അങ്കാരത്ത് പോയി ചോദിച്ചു. അപ്പോൾ രാമശ്ശേരിയൊക്കെ അവരുടെ നല്ലേപ്പള്ളി, രാമശ്ശേരി, എലപ്പുള്ളിയും എല്ലാം, എലപ്പുള്ളി, പൊൽപ്പുള്ളി എല്ലാം തന്നെ അങ്കാരത്ത് ദേശക്കാരുടെയാന്നാ പറഞ്ഞു. അവർ വലിയ ഫാമിലി. കേരളത്തെന്ന് പറഞ്ഞിട്ടുള്ള ദേശം അങ്ങനെ നാട്ടു രാജാക്കന്മാരുടെ ഇതിലുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അന്ന് എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ ഒരു മകനായിരുന്നു. അപ്പോൾ അവർ വലിയ ജമ്മിമാരൊക്കെ ആയിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ യാത്ര ചെയ്യാനോ ബ്രിട്ടീഷുകാരെ പഠിക്കാനോ ഇന്ത്യക്കാർക്ക് പറ്റില്ല. അന്നത്തെ കാലത്ത് എൻ്റെ മുത്തശ്ശൻ ചെന്നൈയിൽ ഡിഗ്രിക്ക് ചെന്നൈക്ക് ബ്രിട്ടീഷുകാരോട് ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ എതിർത്തുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ ഉപ്പു സത്യാഗ്രഹം വരുന്നത് ഗുജറാത്തിൽ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ സമയത്ത് മുത്തശ്ശൻ ഉപ്പു സത്യാഗ്രഹത്തിന് കോളേജ് ഉപേക്ഷിച്ച് ഗാന്ധിജിയോട് പോയതാണ്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഗാന്ധിജിന്റെ കൂടെയും അന്നുള്ള വലിയ ഫ്രീഡം ഫൈറ്റേഴ്സ് ഡൽഹി തന്നെ. അന്ന് ഈ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നോക്കി കഴിഞ്ഞാൽ വിരലിൽ താമ്രപത്രം കിട്ടിയിട്ടുണ്ടോ? അച്ഛൻ മുത്തശ്ശൻ അതൊക്കെ ഇപ്പൊ ഇവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവിടെ എല്ലാം ഉണ്ട് അല്ലേ? മുത്തശ്ശൻ ഫോട്ടോസ് ഉണ്ടായിരുന്നു മുത്തശ്ശന്റെ. അതായത് അന്നത്തെ ഫസ്റ്റ് മന്ത്രിസഭയിൽ മുത്തശ്ശനൊക്കെ ക്യാബിനറ്റ് റാങ്കൊക്കെ കൊടുക്കാൻ, മന്ത്രിയാക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് അത്രയും കപ്പാസിറ്റി ഉള്ള ആരാണ്. ഞാൻ പറഞ്ഞില്ല, ഗാന്ധിജിന്റെ കൂടെയും നിന്ന് ഒരു വർക്ക് ചെയ്തുകൊണ്ട് അന്നത് കൃഷി മന്ത്രി ഇവരും കൂടെ ഉള്ള ഫോട്ടോസ് അറിയില്ല. പിന്നെ അന്നത്തെ കാലത്തൊന്നും നമ്മൾ അത്ര ഡെവലപ്മെന്റ് ബ്ലാക്ക് ആൻഡ് ഫോട്ടോസ് അല്ല, പുറത്ത് 1-2 ഫോട്ടോസ് മാത്രം നിലനിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ വീടൊന്നും അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത തവണ ഭയങ്കര വലിയ ത്യാഗിയായിരുന്നു, പണ്ടത്തെ ത്യാഗികളാണ്. അല്ല, പണ്ട് എല്ലാവരും വീടുകളും ഒക്കെ ഉപേക്ഷിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ മുത്തശ്ശൻ സമ്പാദിക്കാനല്ലോ, ഈ സേവനത്തിന് ഇറങ്ങുകയാണല്ലോ. ഈ എന്റെ മുത്തശ്ശൻ ഈ ഗാന്ധിജിയോട് പോയതോടുകൂടി നമ്മുടെ വലിയ ജമ്മിമാരായിരുന്നു. അപ്പൊ മുത്തശ്ശൻ അന്നത്തെ കാലത്ത് ഒരു 18 അനാഥ കുട്ടികളെ എടുത്തു വളർത്തി. പിന്നെ ഈ കസ്തൂർബ ഇവിടെ പൊള്ളാച്ചിയിലും ഒരു ആശ്രമമുണ്ട് ഗാന്ധിജിന്റെ. അതെ, ഇത് വളരെ പണ്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കഥയാണ്. അപ്പോൾ ഈ സ്വത്ത് മുഴുവൻ ഈ കസ്തൂർബ ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു, എല്ലാം ദാനം ചെയ്തു. അങ്ങനെ ഇവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടായിരുന്നു, 19 പേർക്ക് കുറച്ച് കൃഷി. അത് മാത്രം നിലനിർത്തി ഇവിടെ നിലനിർത്തിയിട്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മക്കള്, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഉള്ള മക്കളുണ്ട്. മക്കളൊക്കെ ഇവിടെ വന്നിട്ട് ഈ കളത്തിൽ, ഇത് നമ്മുടെ കളമാണ്, മണിയേരി കളമാണ്, അവിടെ ഒരു ചെളി ചാളയുണ്ടായിരുന്നു, അതില്ലാത്ത അത്രയും എളിമയായിട്ട് താമസിച്ചു. അപ്പോൾ അന്നാണ് അച്ഛൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള എല്ലാവരും വീട് കെട്ടിയതിന് ശേഷം ലാസ്റ്റത്തെ വീട് എനിക്ക് മതി എന്ന് പറഞ്ഞാണ് അച്ഛൻ. മറ്റേ വിനോബാജിയൊക്കെ ഇതേ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇനി ഒരാൾ പോലും വീടില്ലാത്തവരാവരുത് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു അല്ല, ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് കാണിക്കുന്നതൊക്കെ ആർഭാടം പോലെയാണ്. ഒരു തേഞ്ഞ പെൻസിൽ എടുത്ത് ഉപയോഗിക്കും, തേഞ്ഞ ഒരു പെൻസിൽ എടുത്ത് ഉപയോഗിക്കും. അന്ന് എൻ്റെ മുത്തച്ഛൻ പറഞ്ഞിരുന്ന ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് രണ്ടാമത്തെ നേരത്തേക്ക് ഭക്ഷണം എടുത്തു വെക്കുന്നവൻ അന്നത്തെ സാഹചര്യം അനുസരിച്ച് കള്ളനും ദുഷ്ടനുമാണെന്ന് പറഞ്ഞത്. അവര് നിലനിൽപ്പിന് വേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കാവൂന്നില്ല. മറ്റുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ 3 നേരത്തേക്ക് നിങ്ങൾ ഇന്ന് കഴിച്ചിട്ട് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നേരം കഴിക്കാതില്ലാത്തവൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരിക്കുക. അതെ അതെ. അപ്പൊ നീ അത്രയും വലിയ, അപ്പൊ നമ്മൾ 2 നേരം കഴിക്കുന്നത് തന്നെ ഒരു ദൂർത്തും ധാരാളിത്തമാണ്. ഉണ്ടാക്കിയിട്ട് കഴിച്ചോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 നേരത്തേക്ക് ഉണ്ടെങ്കിൽ 1 നേരത്തെ ദാനം കൊടുത്തോളണം, കഴിക്കാനില്ലാത്തവർ കൊടുത്തോളണം. അങ്ങനെയായിരുന്നു അച്ഛൻ്റെ മുത്തച്ഛൻ്റെ ഫിലോസഫി. അങ്ങനെ അതുകൊണ്ട്
സ്വത്തൊക്കെ പോയി അതിന് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ കേരളം മറ്റേ തമിഴ്നാടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേരളം ആക്കിയപ്പോൾ തെക്കൻ ജില്ലക്കാർ അതന്നെ, അതുകൊണ്ട് അവർ സമ്മതിക്കാണ്ടായിരിക്കാം അല്ലേ? മദ്രാസ് ഇത് പാലക്കാട് അല്ല, പാലക്കാട് ഡിസ്ട്രിക്ട് തമിഴ്നാടായിരുന്നല്ലോ പണ്ട്, മദ്രാസ് സ്റ്റേറ്റിലായിരുന്നല്ലോ. അപ്പോൾ കുറേ KP കേശവ മേനോൻ അങ്ങനെ മാതൃഭൂമിയുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഒരു പുതിയ സ്റ്റേറ്റിലേക്ക് പാലക്കാടിനെ കൊണ്ടുവിട്ടു, കേരളം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ പ്രതീക്ഷിച്ചെങ്കിലും അവിടെ കിട്ടിയില്ല. പട്ടംതാണു പിള്ള, ട്രിവാൻഡ്രത്തുള്ള പലരും അവരെയൊക്കെ പറഞ്ഞു വിട്ടു അല്ലേ? അതാണ് ഉണ്ടായത്. അപ്പോൾ അല്ലെങ്കിൽ ശരിക്കും പാലക്കാട് ഒന്നുമില്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പുതിയ മലബാർ സ്റ്റേറ്റോ ആണെങ്കിൽ മുത്തശ്ശൻ എന്തായാലും അവിടെ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നേനെ. മന്ത്രിസ്ഥാനം അന്നേ കൊടുക്കാന്ന് പറഞ്ഞാണ്. അപ്പോൾ ശരിക്കും പാലക്കാടിന് എത്ര മന്ത്രിസഭകൾ വന്നാലും അതിനൊരു എന്താ പറയുക, ഒരു പ്രാതിനിധ്യം കുറവ് പോലെ തോന്നുന്നു അല്ലേ? ശരിക്കും ഒരു CM സുന്ദരൻ സ്വാമി ഉണ്ടായിരുന്നു, അതിനുശേഷം നല്ലൊരു മന്ത്രി ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അന്നത്തെ നേതാക്കന്മാരുടെ കാഴ്ചപ്പാട് പറയുന്നത് അല്ല, അതിന് ശേഷം ഇന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നും പൊതുവേ മന്ത്രി സ്ഥാനങ്ങൾ കുറവാ പാലക്കാട്. ഇന്നത്തെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധി ഇപ്പം ഇവിടെ ഒരു ബിവറേജസിന്റെ ഒരു ബ്രൂവറി ഒക്കെ വരുന്നുണ്ട് ഏലപ്പുള്ളിയിലൊക്കെ. അത് വലിയ വിവാദമായിട്ട് അതന്നെ ഇന്ന് ഡെയിലി പത്രം നോക്കി കഴിഞ്ഞാൽ എത്ര പേരാ മദ്യപിച്ച് ഓരോരുത്തർ അച്ഛനും അമ്മയും ബന്ധുക്കാരെയൊക്കെ കൊല്ലുന്നത്. അതായത് പണ്ട് മദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും പക്ഷെ ഗുജറാത്തിൽ ചില ഭാഗങ്ങളിൽ സ്ഥിരം മദ്യനിരോധനവും മാംസ നിരോധനവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പൂനെയിലടക്കമുണ്ട്, മഹാരാഷ്ട്രയിലെ. ഞാൻ നോർത്തിൽ പല ഭാഗത്തുണ്ട്. ഞാൻ മഹാരാഷ്ട്രയിൽ ഉരുൾഗഞ്ച് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ പോയി. അപ്പോൾ അവിടെ സ്ഥിരം മാംസവും അതേപോലെ തന്നെ മദ്യനിരോധനമുള്ള ഗ്രാമങ്ങളും ഉണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല. ഞങ്ങൾ പിന്നെ പോർബന്ദർ അവിടെ പോയിരുന്നു ഗുജറാത്തിൽ. പക്ഷെ ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആയിട്ട് കെട്ടിയിട്ട് അവിടെ പഴയ ഒരു ഇതൊക്കെ നിലനിർത്തുന്നുണ്ട്. പക്ഷെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂടെ പല റോഡുകളും. ബിസിനസ് വരുമാനം എന്നുള്ള കാഴ്ചപ്പാടാണ്. അല്ലാണ്ട് ഇന്ന് ആർക്കും ഒരു എന്താ പറയുക ആദർശം എന്നുള്ളൊരു കുറേ മരങ്ങൾ മഹാത്മാഗാന്ധി നട്ടുപിടിപ്പിച്ച കുറേ മരങ്ങളും അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുത്തശ്ശി നട്ട മരങ്ങളോ അങ്ങനെ വല്ലതും ഇല്ല. മുത്തശ്ശൻ ഞാൻ പറഞ്ഞു, ഇപ്പം ഇവിടെ ശബരി ആശ്രമത്തിൽ ഗാന്ധി വന്നപ്പോൾ മുത്തശ്ശൻ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഹിസ്റ്ററി എനിക്ക് അറിഞ്ഞൂടാ. ഏതാനും ചില ഫോട്ടോകൾ പരിഭാവനമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ അത് എടുക്കാം. അത് ശേഷം മുത്തശ്ശൻ അധികം തന്നെ ഡൽഹി തന്നെയാണ് അല്ലേ? വീട്ടിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. ഇന്ത്യയിലെ മറ്റ് വിഭാഗം ജനങ്ങളും സ്വന്തം മക്കളായി കരുതുന്ന ആളായിരുന്നു മുത്തശ്ശൻ. നിങ്ങളില്ല, നിങ്ങൾക്ക് കഷ്ടമാണ്, അതാണ് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ലല്ലോ, ഇവിടെ ഇഷ്ടംമാരെയാണ്. നമ്മളിൽ ഏറെ കഷ്ടപ്പെടുന്നവരുണ്ട്. അന്നേരം അവർക്ക് വേണ്ടിയിട്ടൊക്കെ ത്യാഗം സഹിക്കുക. നമ്മുടെ കഷ്ടമല്ല എന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ദിരാഗാന്ധി മാഡം അവരൊക്കെ കുറേ പേർക്ക് ഈ ഫ്രീഡം ഫൈറ്റേഴ്സിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രമാണം ഇതൊക്കെ കൊടുത്തു. താമ്രപത്രം അത് ഡൽഹി വെച്ച് കൊടുത്താണോ? ഡൽഹി വെച്ച്